നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. 4 ദിവസത്തെ ചൈന സന്ദർശനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്നലെ ചൈനയിലെത്തി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് തലസ്ഥാനമായ ബീജിംഗിലെത്തിയ പ്രധാനമന്ത്രിയെ ചൈന ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. 2018 തെരേസ മേയ്ക്ക് ശേഷം ബീജിംഗ് സന്ദർശിക്കുന്ന ആദ്യത്തെ യു കെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ. പ്രധാനമന്ത്രി ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾസ് ഇന്ന് ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ബീജിംഗുമായുള്ള നയതന്ത്രത്തിലെ തിരക്കിനിടയിലും ട്രംപ് പിരിമുറുക്കങ്ങൾക്കിടയിലുമാണ് സന്ദർശനമെന്നത് പ്രത്യേകതയാണ്. വർഷങ്ങളായി തുടരുന്ന അവിശ്വാസത്തിനും സംഘർഷത്തിനും ശേഷം ബന്ധങ്ങളിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായതിന്റെ സൂചന കൂടിയാണിത്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം പ്രീമിയർ ലീ ക്വിയാനെയും കാണും. ചൈനീസ് ചാരവൃത്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്ക, ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ബീജിംഗ് പിന്തുണയ്ക്കൽ, മുൻ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഹോങ്കോങ്ങിലെ പൌരസ്വാതന്ത്ര്യത്തിനെതിരായ അടിച്ചമർത്തൽ എന്നിവയെ തുടർന്ന് ചൈനയുമായുള്ള ബന്ധം വഷളായിരുന്നു. ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്നതും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകതയാണ്. അസിസ്റ്റഡ് ഡൈയിങ് ബിൽ ഈ വർഷം നിയമമാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ജസ്റ്റിസ് സെക്രട്ടറി ലോർഡ് ഫാൽക്കർ. ഹൌസ് ഓഫ് ലോർഡ്സിന്റെ സമീപനത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായില്ലെങ്കിൽ ബിൽ പാസാക്കുവാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന കിങ്സ് സ്പീച്ചിന് മുമ്പ് ബിൽ പാസാക്കുവാൻ സാധിക്കാത്ത പക്ഷം പാർലമെന്റ് ആക്ട് ഉപയോഗിച്ച് ലോർഡ്സിന്റെ എതിർപ്പുകൾ മറികടക്കുമെന്ന ഭീഷണിയും ഫാൽക്കർ ഉന്നയിച്ചിട്ടുണ്ട്. അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന ഈ അധികാരം പ്രയോഗിച്ചാൽ അതീവ സൂക്ഷ്മമായ വിഷയത്തിൽ ഒരു ഭരണഘടനാപരമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ബില്ലിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ നിയമനിർദ്ദേശം അതിശക്തരും പരിരക്ഷ ആവശ്യമുള്ളവരുമായ ആളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ്. നിയമമാകുന്നതിന് മുമ്പ് വിശാലമായ ഭേദഗതികൾ അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷത്തെ ബ്രിട്ടനിലെ കാർ നിർമ്മാണം 1952 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയതെന്ന് സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് വ്യക്തമാക്കി. ജാഗോർ ലാൻഡ് റോവർ കമ്പനിയിലുണ്ടായ വലിയ സൈബർ ആക്രമണവും ലൂട്ടണിലെ വോക്സ്ഹോൾ പ്ലാന്റിന്റെ അടച്ചുപൂട്ടലും അമേരിക്കയുടെ വ്യാപാര നയത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഉൽപാദനം കുത്തിനെ കുറയ്ക്കുവാൻ കാരണമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം പുതിയ ഇലക്ട്രിക് വാഹന മോഡലുകൾ വിപണിയിൽ എത്തുന്നതോടെ ഈ വർഷം സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. 2027ഓടെ കാർ വാൻ നിർമ്മാണം 10 ലക്ഷത്തിലധികമാകാമെന്നാണ് സമിതി വിലയിരുത്തുന്നത്. ബ്രെക്സിറ്റ് മൂലമുണ്ടായ അനിശ്ചിതത്വവും സ്വീഡനിലെ ഹോണ്ട ഫാക്ടറി അടിച്ചുപൂട്ടിയതും കോവിഡ് മഹാമാരിയുടെ ആഘാതവും കൂടാതെ വിതരണ ശൃംഖലകളിലുണ്ടായ തടസ്സങ്ങളും ബ്രിട്ടനിലെ വാഹന വ്യവസായത്തെ ശക്തമായി ബാധിച്ചു എന്നതും പ്രധാന കാരണങ്ങളായി വിലയിരുത്തുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള റോളർ കോസ്റ്റർ എന്ന വിശേഷണമുള്ള ഡ്രീംലാൻഡ് മാർഗറ്റിലെ സീനിക് ട്രെയിൽ വേലി പ്രവർത്തിക്കില്ല. 100 വർഷത്തിലധികം പഴക്കമുള്ള യാത്ര അവസാനിപ്പിക്കുന്നതായി ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഡ്രീംലാൻഡ് അധികൃതർ അറിയിച്ചു. 1920 ആരംഭിച്ച ഈ മരത്തിൽ നിർമ്മിച്ച റോളർ കോസ്റ്റർ 2005 അടച്ചുപൂട്ടുകയും 2008 ഉണ്ടായ തീപിടുത്തത്തിനിടയാവുകയും ചെയ്തതോടെ ഗുരുതരമായ കേടുപാടുകൾ നേരിട്ടിരുന്നു. തുടർന്ന് ഗ്രേഡ് 2 പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ റോളർ കോസ്റ്ററിന്റെ പുനരുദ്ധാരണം 2015 പൂർത്തിയാക്കി വീണ്ടും തുറന്നു. എന്നാൽ 2024 ഉണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് സീനിക് റെയിൽവേ പ്രവർത്തനരഹിതമായി. വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് 100 വർഷത്തിലധികം പ്രവർത്തന സജ്ജമായിരുന്ന റോളർ കോസ്റ്റർ നിർത്തലാക്കുമെന്ന തീരുമാനത്തിലെത്തിയതെന്ന് ഡ്രീംലാൻഡ് വ്യക്തമാക്കി. ഈ തീരുമാനം നാഷണൽ ലോട്ടറി ഹെറിറ്റേജ് ഫണ്ട്, ഹിസ്റ്റോറിക് ഇംഗ്ലണ്ട്, ടാനറ്റ് ജില്ലാ കൌൺസിൽ എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തി എടുത്തതാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം സീനിക് റെയിൽവേ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നില്ലെന്നും ഭാവി തലമുറകൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ അനുഭവിക്കാൻ കഴിയും വിധം പുനരൂപകൽപ്പന ചെയ്യുമെന്നും ഡ്രീംലാൻഡ് അറിയിച്ചു. ഈസ്റ്റ് എൻഡ് ഹോസ്പിറ്റലിൽ 25 വർഷത്തെ സേവനം പൂർത്തിയാക്കി 3 മലയാളി നഴ്സുമാർ. ITU വാർഡ് മാനേജറായ ഷെറിൻ ജോർജ്, ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് പ്രാക്ടീഷണർമാരായ ബിന്ദു സെബാസ്റ്റ്യൻ, അന്നമ്മ കുട്ടകുളം എന്നിവരാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 2001 ഈസ്റ്റ് കെൻഡ് ട്രസ്റ്റ് ആദ്യമായി വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തപ്പോൾ ആ ആദ്യ ബാച്ചിന്റെ ഭാഗമായി എത്തിയവരായിരുന്നു ഇവർ. വിദേശ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഒരു വെല്ലുവിളിയായിരുന്ന കാലത്ത് നിശ്ചയദാർഢ്യത്തോടെയും കരുത്തോടെയും അവർ കാണിച്ച മാതൃകയാണ് പിന്നീട് ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് യുകെയിലേക്കുള്ള വഴി തുറന്നത്. ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ഈ 3 നഴ്സുമാരും തങ്ങളുടെ കരിയർ ആരംഭിച്ചത്. ഇന്ന് അവർ അതാത് മേഖലകളിൽ നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയാണ്. മലയാളി നഴ്സുമാരുടെ സേവന സന്നദ്ധതയ്ക്കും അർപ്പണബോധത്തിനും ട്രസ്റ്റ് അധികൃതർ ഔദ്യോഗികമായി നന്ദി അറിയിച്ചു.
UK മലയാളി സ്റ്റോക്ക്ഹോം ട്രെൻഡിൽ അന്തരിച്ചു. സനീഷ് പുളിക്കൽ പാലൻ ആണ് മരണപ്പെട്ടത്. ദീർഘകാലമായി ക്യാൻസർ ചികിത്സയിലായിരുന്നു. പ്രാദേശിക മലയാളി സമൂഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സംസ്കാരം പിന്നീട്. നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റ്. SIR മതന്യൂനപക്ഷങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഇത് അകറ്റുവാനായി കേരള സർക്കാർ നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിക്കുന്നതായും മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി പുതിയ നിയമനിർമ്മാണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മതസാമുദായിക സൌഹൃദം അടയാളപ്പെടുത്തുവാൻ ബജറ്റിൽ 10 കോടി വിലയിരുത്തുന്നതായും മന്ത്രി അറിയിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയെന്നും കേരളത്തിന്റെ വികസനക്ഷേമ പദ്ധതികൾ ഓരോന്നായി ചർച്ചയ്ക്കെടുക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പറഞ്ഞാണ് മന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. ആശാവർക്കർമാരെയും അങ്കണവാടി ഹെൽപ്പർമാരെയും ചേർത്ത് പിടിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചു. ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെ വർധനവും വരുത്തും. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയും സ്കൂൾ പാചകത്തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ 25 രൂപയും വർദ്ധിപ്പിക്കും. 2026-27 വർഷത്തേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 14,500 കോടി രൂപ വകയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്നും തുടരും. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന റിപ്പോർട്ടിലുള്ളതിനാലാണ് സൂചന. കഴിഞ്ഞ വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക നില വിശകലനം ചെയ്യുന്ന നിർണായക രേഖയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം നടന്നു. ജന്മനാടായ ബാരാമതിയിലാണ് നടന്നത്. ഭൌതിക ശരീരം രാവിലെ 7:30യോടെയാണ് വീട്ടിലെത്തിച്ചത്. ഇവിടെ 1 മണിക്കൂർ പൊതുദർശനമുണ്ടായി. പിന്നീട് വിലാപയാത്രയെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാ പ്രതിഷ്ഠൻ കോളേജിലെത്തിച്ചു. രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.